ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞപ്പം. അപ്പോൾ ഞാൻ ഇലയടി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും അമൃതം പൊടിയും കൊണ്ടായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് അമൃതം പൊടി, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ശകലം ഉപ്പും ശകലം വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിനാവശ്യമായ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശർക്കര ചീമ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ഏലക്കായും ചതച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വാഴയിലേക്കകത്ത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വാഴയില എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടുവന്ന വാഴയില നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അമൃതം പൊടിയും പരത്തി നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും അതുപോലെ നമ്മുടെ ഏലക്കയും കൂടെ ചേർത്ത് വെച്ചതും കൂടെ അതിന് ഉള്ളിലായിട്ട് വെച്ച് നമ്മുടെ ഇല മടക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിനകത്ത് ആവിക്കകത്ത് വേവിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇലയുടെ കടുപ്പത്തെ കയറ്റിയപ്പോൾ തന്നെ ഹേതിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ കടി ഉണ്ടാക്കാൻ കയറിയതായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഞാൻ കുറച്ച് ടൈം ആവും കേട്ടോ. അപ്പോൾ അവൻ എഴുന്നേറ്റ സമയത്ത് ഒരു മാങ്ങാപ്പഴം ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ മുറ്റത്തേക്ക് കൂടെ നടന്ന് കൊടുക്കുകയാണെങ്കിലും നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം, വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കാൻ രസമായതുകൊണ്ട് പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ മാങ്ങാപ്പഴമൊക്കെ കൊടുത്ത് അതിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കാം കേട്ടോ. നമ്മൾ എന്നും തന്നെ കാണുന്ന കാഴ്ചയാണെങ്കിലും പക്ഷേ എല്ലാ ദിവസവും കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിനാണെങ്കിലും ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അതുപോലെ പുറത്തിറങ്ങി ഇതൊക്കെ കണ്ടിങ്ങനെ കുത്തിയിരിക്കും. അപ്പോൾ മാങ്ങാപ്പഴം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തോടെ കുറച്ചേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പൂച്ചയായിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം കുറച്ച് നേരം നടക്കട്ടെ എന്ന് നോക്കിയിട്ട് അവൻ്റെ കൂടെ ഞാനും കുറച്ച് നേരമൊക്കെ നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും പുറത്തോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മാക്സിമം നമ്മൾ കുട്ടികൾക്ക് ടോയ്സും അതുകൊണ്ട് ഇതുപോലെ പുറത്തൊക്കെ ഇറക്കി വെച്ച് കളിക്കാൻ നോക്കാം കേട്ടോ. ചിലരൊക്കെ ഫോണുകളൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ തന്നെ ഫോണൊന്നും കൊടുക്കാതെ മാക്സിമം അവർക്ക് ടോയ്സ് കളിപ്പിക്കുക, അല്ലെങ്കിൽ അതുപോലെ പുറത്തൊക്കെ ഇറക്കി വിടുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് സംസാരിക്കാനൊക്കെ അവർ പെട്ടെന്ന് തുടങ്ങും. അപ്പോൾ അട അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ഏകദേശം അട വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇല ബാക്കി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന അമ്പത്തം പൊടി മാവിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി തേങ്ങയും പഞ്ചസാരയും വെച്ച് നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കും പോലെ ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇലയുടെയും കുട്ടി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കായാലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്കവർക്ക് എപ്പോഴും കുറുക്കി കൊടുക്കുമ്പോൾ അവർക്കായാലും കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അടയോ ഇലയടയൊക്കെ ആയിട്ട് ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. രാവിലെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്ന കറികളൊക്കെ ചൂടാക്കിയെടുക്കും. അതുപോലെ ചോറൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ കറികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂണിൻ്റെ സമയമാണ്, നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ബീൻസ് മെഴുക്ക് പുരട്ടിയും പുരട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തേക്ക്. അതുപോലെ മീൻ പീരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് ചോറും ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഹേതിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് ഹേതിന് ആപ്പിൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോൾ നമ്മൾ ആപ്പിൾ പുഴുങ്ങിയേ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ആപ്പിൾ പുഴുങ്ങി കൊടുക്കുന്നത് നിർത്തിയിട്ട് പച്ചര തര കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അവന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ തുപ്പിക്കളയാം. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും അവന് ആപ്പിൾ പുഴുങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു നേരെങ്കിലും അവന് ആപ്പിൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചില ദിവസം അവൻ കഴിക്കും. ഇന്നിപ്പോൾ കൊടുത്തെങ്കിലും അവൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവരെ കഴിപ്പിക്കാൻ അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കും കേട്ടോ. കാരണം കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കുറേ നേരം കുറച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കൊക്കെ തുപ്പി കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അവന് ആപ്പിളൊക്കെ കൊടുക്കാൻ നോക്കിയിട്ട് കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാറായിരുന്നു കേട്ടോ. നമുക്ക് പകലൊന്നും തുണി മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമയമുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമുക്കിപ്പോൾ മഴയായതുകൊണ്ട് എല്ലാ ദിവസവും തുണി ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വെയിൽ തെളിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് മണക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടാകും. അപ്പോൾ മണക്കാൻ കിട്ടുന്ന ദിവസം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണങ്ങുന്ന തുണികൾ അന്നു തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീട് വൃത്തികേടായിട്ട് കിടക്കത്തില്ല, നമുക്ക് ലോഡ് കൂടത്തില്ല. നമ്മളത് ചിലപ്പോൾ എല്ലാം കൂടെ മടക്കാമെന്ന് വെച്ചാൽ കൂട്ടി ഇടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ലോഡായിരിക്കും. ലാസ്റ്റ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് മടുപ്പാവുകയും ചെയ്ത് മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇളയിൽ നമുക്ക് മടക്കി വെക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ വേഗം ഇതെല്ലാം കൂടെ അങ്ങ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മടക്കുന്നേക്കാളും പണിയാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കാന്നുള്ളത്. കാരണം ഓരോന്നിനും ഓരോ സ്ഥലത്ത് നമ്മൾ പൊസിഷനൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ഥലത്ത് ഓരോന്ന് കൊണ്ടുവെക്കുക എന്ന് പറയുന്നതാണ് ഇതിനേക്കാൾ വലിയ പരിപാടി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും മടക്കിയിട്ട് പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏതും കണ്ടെങ്കിൽ എല്ലാം വലിച്ച് താഴെ ഇടും. അപ്പോൾ ഞാൻ കൈയോടെ അതൊക്കെ ഒന്ന് കൊണ്ട് വെക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണി മടക്കിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഹീതിന് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. ആപ്പിൾ കൊടുത്തതൊക്കെ അവൻ തുപ്പി കളയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ കാഴ്ച കണ്ടിട്ടോ അല്ലെങ്കിൽ അമ്പിളിമാമനൊക്കെ കണ്ടൊക്കെ അവൻ ശകലം ചോറൊക്കെ കഴിക്കും. ഇതും കുറേ നേരത്തെ പരിപാടി ആയിട്ടോ. 1.5 മണിക്കൂറാണ് നമ്മളിത് 2-3 വായെങ്കിലും ഉള്ളിൽ കഴിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ചു. അതുപോലെ റെമ്പൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പറിച്ച് നല്ല ഫ്രഷ് റെമ്പൂട്ടാനായിരുന്നു. പക്ഷെ നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പഴുത്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ 2-3 ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പുളിപ്പൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ളൊരു റെമ്പൂട്ടാനുണ്ട്. നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂട്ടിയിടാതിരിക്കുക കേട്ടോ. ചിലപ്പോൾ ചിലർ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്കും കൂടെ അവർ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചാൽ കൂട്ടിയിടും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടുക്കള വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. പുറത്തൊന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ കയറി വരുവാണെങ്കിൽ നമുക്ക് അടുക്കളൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മളെന്താ അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ അടുക്കള നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ ക്ലീനായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയിലേക്ക് കയറാൻ തോന്നും. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് സ്ക്രബ്ബറൊക്കെ ഇട്ട് സോപ്പ് സൊല്യൂഷനൊക്കെ ഇട്ട് നല്ലോണം ഉരച്ച് കഴുകി വെക്കാം കേട്ടോ. കാരണം നമ്മൾ രാവിലത്തെ കുക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് തുണി കൊണ്ട് തുടയ്ക്കാതെ ജസ്റ്റ് ഒന്ന് സോപ്പ് സൊല്യൂഷനൊക്കെ ഇട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ആയിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് സ്റ്റൗ നമ്മൾ പഴയ മുള്ള അപ്പോൾ അതിൻ്റെ അടിയിലേക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വീണെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലാസ്റ്റ് അടുക്കളയിൽ നിന്ന് അടിച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്തായാലും പൊടികളും ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ വൈകുന്നേരം സാധാരണയായിട്ട് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.